ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് പീരീഡ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. സോ നമ്മൾ ഇനി ഡയറക്റ്റായിട്ട് ക്ലിനിക്സിൽ പോകണം. അപ്പം ഞാൻ പോയി ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കുക, ക്ലിനിക്സിൽ പോവുക. നേരത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. അതേ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ബോയ്സ് ഹോസ്റ്റലിൽ കഴിഞ്ഞ് നമുക്കൊരു ടെമ്പിളുണ്ട്. ടെമ്പിളും കഴിഞ്ഞ് നമ്മുടെ കോളേജ് ഉണ്ടല്ലോ, കോളേജിൻ്റെ റൈറ്റ് ടേൺ എടുത്താണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ ക്യാൻറ്റീനിൽ കയറും. ക്യാൻറ്റീൻ്റെ അത്ര നമുക്ക് ഷോർട്ട് കട്ടുണ്ട് കൈസ്. അപ്പം നമ്മൾ അതിലേക്കൂടെ കയറി. അപ്പം ഇപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ OBGയിലാണ്. അപ്പം ഞാൻ OBG ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. നമ്മളവിടെ എത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ നിൽക്കുകയാണ്, അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പം ഇനി ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കേസ് പ്രസൻറ്റേഷൻ ഉണ്ട്, സെമിനാർസ് ഉണ്ട്, പിന്നെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കും, HS ക്ലാസ് എടുക്കും. അങ്ങനെ കുറേ നമുക്ക് സമയം പോകുന്ന അറിയില്ല. എന്ന് വെച്ചാൽ കുറേ പരിപാടിയുണ്ട്. അപ്പം നമുക്ക് ഇനി പേഷ്യൻറ്റിനെ കാണണം. കാരണം ഇന്ന് കേസസ് ഉണ്ടാവും. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ LSCs ഉണ്ടാവും, നോർമൽ ഡെലിവറി ഉണ്ടാവും, പിന്നെ ഒരു ഒവേറിയസിൻ്റെ കേസും ഉണ്ട്. അപ്പം നമ്മൾ പേഷ്യൻറ്റിനെ കാണാൻ പോവാണ്. അപ്പോൾ പേഷ്യൻ്റ് എക്സാമിനേഷൻസൊക്കെ മാം നമുക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നമ്മൾ കയറി കാണും. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് 4-5 പേര് മാത്രമേ ഒരു ഡെലിവറി അതൊക്കെ കാണാൻ പറ്റുള്ളൂ. സോ ഓരോരുത്തർ ഓരോ വഴിക്ക് പോയേക്കുവാണ്, ഓരോ പ്രൊസീജിയർ ഇതൊക്കെ കാണാൻ. ഗൈസ്, നല്ലൊരു ദിവസമായിരുന്നു. ഇഷ്ടംപോലെ നമുക്ക് പേഷ്യൻസ്, ഇഷ്ടംപോലെ അല്ല, നോർമലിനെക്കാളും കുറച്ചുകൂടെ നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു LSCSും പിന്നെ ഒരു ഓവറിയൻ സിസ്റ്റിൻ്റെ ഒരു കേസുണ്ട്. അപ്പം ഞാൻ സ്ക്രബ്സ് എടുക്കാൻ മറന്നുപോയി. സോ ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. ആക്ച്വലി നമുക്കിന്ന് 2 കേസ് ഉണ്ടായിരുന്നു. ഒന്ന് LSCSും ഒന്ന് ഒവേറിയൻ സിസ്റ്റിൻ്റെ കേസ് ഉണ്ടായിരുന്നു. സോ സാധാരണ ഇങ്ങനെ ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഞാൻ സ്ക്രബും ചപ്പലൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്ക്രബ്സും നമ്മുടെ ചപ്പൽസും എടുത്തിട്ടുണ്ട്. നമുക്ക് 11 മണിക്കാണ് നമ്മുടെ കേസ്. ഇപ്പോൾ തന്നെ 10:45. സോ ഇച്ചിരി റഷിലാണ്. അയ്യോ, അപ്പോൾ നമുക്ക് എളുപ്പം പോകണം, ഇല്ലെങ്കിൽ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ മാക്സിമം പെട്ടെന്ന് അപ്പോൾ നമ്മൾ ഓടി വന്ന് നമുക്ക് ഓൾമോസ്റ്റ് 15 മിനിറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോയി വന്ന് ഇപ്പോൾ തന്നെ ഒരു കോലമായി. ഓൾമോസ്റ്റ് 11 മണിയാറായി. നമ്മൾ ഇനി ഡ്രസ്സ് മാറാൻ കയറുക. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊസീജിയർ തുടങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. നമ്മൾ OT ഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ OT ഡ്രസ്സിലേക്കൊക്കെ ചേഞ്ചായി. നമ്മളിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവാണ്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ OT ഡ്രസ്സ് കമ്പൽസറിയാണ്. നമ്മൾ ഹെയർ പുട്ടപ്പ് ചെയ്യണം, മാസ്ക് വേണം, ക്യാപ്പ് വേണം. അപ്പം അത്ര സംഭവമൊക്കെ വേണം. അപ്പോൾ നമ്മളിപ്പോൾ ക്യാപ്പൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ കയറുന്നതിന് മുമ്പ് അവിടെ മാസ്കും ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എടുത്തിട്ട് പ്രോപ്പറായിട്ടിട്ട് നമ്മൾ കയറണം. അപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണ് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം എന്ന് വെച്ചാൽ കുറച്ച് പേർക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ഇത്രയും പേര് വന്നിട്ടുണ്ട്. അപ്പം രാഹുൽ സാറിൻ്റെ കേസായിരുന്നു. അപ്പം നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ പ്രൊസീജിയർ നടക്കാൻ പോകുന്നത്. അപ്പം എന്താ പ്രശ്നം പറ്റിയെന്ന് ചോദിച്ചാൽ അവിടെ ഓൾറെഡി ഒരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻ്റെ സർജറി അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി പ്രോസസ്സ് ഡിലേ ആയി. അപ്പോൾ ആ പേഷ്യൻറ്റിനെ ഇറക്കിയിട്ട് നമ്മുടെ പേഷ്യൻറ്റിനെ കയറ്റുള്ളൂ. അപ്പോൾ ടോട്ടൽ പ്രോസസ്സ് ഇച്ചിരി ഡിലേ ആയി. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പം കുറേ നേരം എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ഓൾമോസ്റ്റ് ആയി. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കുമായിരുന്നു, അപ്പോൾ ഡോക്ടേഴ്സൊക്കെ എത്ര നേരമാണ് നിൽക്കുന്നത്, ഭയങ്കര കഷ്ടപ്പാടാണ്. സർജൻസിൻ്റെ കാര്യമൊക്കെ നമ്മൾ കുറച്ച് നേരം വെളിയിൽ നിൽക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴയുണ്ട്. നമ്മുടെ പേഷ്യൻ്റ് വന്നിട്ടില്ല. നമ്മൾ പേഷ്യൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് പോകുമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഞങ്ങൾ 11 മണിക്ക് കയറിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 12 മണി ആകാറായി. പ്രൊസീജിയർ ചിലപ്പോൾ ഡിലേ ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി ഇനി കാണണം. സമയം എത്ര നേരം ഉണ്ടാവും എന്നറിയില്ല. പ്രൊസീജിയറും എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന പേഷ്യൻറ്റിനെ ഇറക്കി ഇനി അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യുവാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പേഷ്യൻറ്റിനെ കയറ്റും. അതിന് പ്രൊസീജിയറൊക്കെ തുടങ്ങും. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം തണുപ്പെന്ന് പറയാൻ വേണ്ടി നമ്മൾ വെളിയിലിറങ്ങി. എന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു കയറുവാണ്. ഞാനാണെങ്കിൽ മാസ്കും ക്യാപ്പൊക്കെ വെച്ച് ഇനി തിരിച്ചു കയറാൻ പോവാണ്.
അപ്പം പിന്നെയും പ്രൊസീജിയർ. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സാണ്. അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം അത്രയ്ക്ക് തണുപ്പാണ്, എല്ലാവരും വിറയ്ക്കുകയൊക്കെയാണ്. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. അപ്പം നമ്മുടെ ഈ സർജറി കഴിഞ്ഞു, ഇത് സക്സസ് ആയിരുന്നു. അപ്പം ഓൾമോസ്റ്റ് ഇപ്പോൾ സമയം 3:45 അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി OT ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഡെമോ റൂമിൽ പോയി ബാഗൊക്കെ എടുത്തിട്ട് എല്ലാം പോയി കഴിക്കണം. നമ്മളിപ്പോൾ OT ഇറങ്ങി. അല്ല, നമ്മൾ കണ്ടത് ഒവേറിയൻ സ്ക്രീനിൽ പക്ഷേ റിയാലിറ്റി ഇത്ര ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ 7 മണിക്കൂറായിട്ട് നിൽക്കുകയാണ്. 7 മണിക്കൂറൊന്നുമില്ല, നമ്മൾ 11 മണിക്ക് കയറി 4 മണിക്ക് ഇറങ്ങി. ഇല്ലേ? അല്ല, നമ്മൾ 9 മണിക്ക് 5 മണിക്കൂർ നമ്മൾ 9 മണിക്ക് കേസ് എടുക്കാൻ പോയി. ഗൈസ്, അപ്പോൾ 9 മണി തൊട്ട് 4 മണി എന്ന് പറയുമ്പോൾ ഇപ്പൊ 4 മണിയാണോ? ഗൈസ്, നമ്മൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. കണ്ണിനെ പോലെ അത്രയും മനോഹരമായിട്ടുള്ള ക്യാമറ വേറെ ഉണ്ടാവില്ല. എന്ത്? കണ്ണുപോലെ അത്രയും മനോഹരമായ ക്യാമറ ഉണ്ടാവില്ല. എന്തെങ്കിലും അപ്പം ദിസ് ഈസ് അവർ ഡോണമോൾ. അപ്പം നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു, ചായയൊക്കെ കുടിച്ചു. അതിന് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, ഇന്റർമെഡിക്കോസ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസൊക്കെയാണ്. അതിൻ്റെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇവളെ അറിയായിരിക്കും നിങ്ങൾ, ഇവളൊരു യൂട്യൂബറാണ്. അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് ഫിലിം പോലെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡബ്ബിങ്ങും കാര്യമൊക്കെ ആയിട്ട് ഇവള് ഹോസ്റ്റലിലേക്ക് വന്നതാണ്. ഇവൾ ആക്ച്വലി ഹോസ്റ്റലിലല്ല, കൂടെയാണ് പോകുന്നത്. അത് മാത്രമല്ല, ഹോസ്റ്റലിൽ ആരുമില്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയാം. എടി, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണോ ചോദിക്കുന്നത്? അല്ല, തെറ്റിപ്പോയി. പിന്നെന്തായിരുന്നു ചോദിച്ചേ? പിന്നെന്താ ചോദിച്ചേ? ഐഡിയ ആരുമില്ലെന്ന് എനിക്ക് ഉറപ്പാണോ? എനിക്കിതൊക്കെ ഭയങ്കര പേടിയാ. ഇടി ആരും ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണോ? എനിക്കിതൊക്കെ ഭയങ്കര പേടിയാ. ഇത് നമ്മൾ ബാക്കിൽ കൂടെ പോകുന്നത്. അത് മാത്രമല്ല, ഹോസ്റ്റലിൽ ആരുമില്ല. 2 പേരുണ്ട്. അവരാണ് ഇന്ന് പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല, ഇന്ന് വാ.